ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മുടെ HS എക്സാം അടുത്തെത്താറായി. അധികം സമയമില്ല, ഇനിയൊരു 5 മാസമൊക്കെ നമ്മുടെ മുമ്പിലുള്ളൂ. സോ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് നന്നായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HS ഇംഗ്ലീഷ് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസാണ്, ഒരു 10 ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അത് മിക്സ് ചെയ്തിട്ടാണ്, ഒരു പ്രത്യേക ടോപ്പിക് എന്നല്ല, മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എവിടെയാണ് നമുക്ക് വീക്ക് ഏരിയ ഏതാണ് അല്ലെങ്കിൽ സ്ട്രോങ് ഏരിയ ഏതാണെന്നൊക്കെ ഒന്ന് ചെറുതായി മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലൊരു 10 ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡെയിലി ഒരു 10 MCQസിൻ്റെ ഒരു സീരീസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഒരു 10 മിനിറ്റ് മാക്സിമം മാത്രമേ ഉണ്ടാവുള്ളൂ. 10 ക്വസ്റ്റ്യൻസ് തരുന്നു, നിങ്ങളത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പല ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഇത് പാർട്ട് ബിത്തെ ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് പാർട്ട് എയിലത്തെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അധികം വൈകാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിലാണ് നമ്മൾ നോക്കേണ്ടത്, വാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 10ൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കി നോക്കുക എല്ലാവരും. സോ ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫോസ്റ്റർ, ടോളറൻസ് ഇസ് നോട്ട് എ പാഷനേറ്റ് വെർച്യു ബട്ട് എ. സോ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാ വർക്ക് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. EM ഫോസ്റ്ററിൻ്റെ ടോളറൻസ് ആണ്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഞാൻ ലാസ്റ്റാണ് ആൻസേഴ്സ് പറയുന്നത്. സോ ക്വസ്റ്റ്യൻസ് നോക്കാൻ ടൈം വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാനായിട്ട് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നുണ്ട്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പോയറ്റ് അഷ്വേഴ്സ് ഹിസ് ബിലവ്ഡ് ദാറ്റ് ദെയർ സെപ്പറേഷൻ ഇസ് ലൈക്ക്. ഇതിലേതാണ് വർക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദ പോയറ്റ് അഷ്വേഴ്സ് ഹിസ് ബിലവ്ഡ് ദാറ്റ് ദെയർ സെപ്പറേഷൻ ഇസ് ലൈക്ക്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗിലാണ് ക്വസ്റ്റ്യൻ. ഒരു സെപ്പറേഷൻ ഓഫ് ബിലവ്ഡ്, അതായത് ലവേഴ്സിൻ്റെ ഒരു സെപ്പറേഷൻ ഒക്കെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവേണ്ടതാണ് ആ വർക്ക്. സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ഗാർഡ്നിയേഴ്സ് എസ്സേ. ഗാർഡ്നിയേഴ്സ് എസ്സേ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ അതിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ജോൺ ഡൺ കമ്പയർസ് എ ലവേഴ്സ് സോൾസ് ടു. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്രിംസ് ലോ ഇൻ ആക്ഷൻ. സോ ഗ്രിംസ് ലോ എന്താണെന്ന് അറിഞ്ഞവർക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി പഠിക്കുക. സോ ഇതിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗ്രിംസ് ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ബേക്കൺ ഇൻ ഓഫ് സ്റ്റഡീസ്, ടു മച്ച് സ്റ്റഡിയിങ് മേക്സ് എ പേഴ്സൺ. സോ ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in telephone conversation, the landlady's question about skin color reveals her. So, വാൾസ് ആങ്കയുടെ ടെലിഫോൺ കോൺവെർസേഷൻ എന്നുള്ള വർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്, കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് യൂസസ് ദ എക്സാമ്പിൾ ഓഫ് എ മാൻ വാക്കിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് ടു ഇല്ലുസ്ട്രേറ്റ്. സോ ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് എന്നുള്ള എസ്സേ എന്നുള്ളതാണ്. ഈ എസ്സേ എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ മുന്നേ കണ്ടിരുന്നു. സോ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. നയൻത്ത് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ബേക്കൺ സ്റ്റഡീസ് സെർവ് 3 മെയിൻ പർപ്പസസ്. ഇത് ആ എസ്സേ തുടങ്ങുന്ന ഫസ്റ്റ് ലൈൻ തന്നെ ഇതാണ്. സോ ഇത് എല്ലാവർക്കും എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അക്കോർഡിംഗ് ടു ബേക്കൺ സ്റ്റഡീസ് സെർവ് 3 മെയിൻ പർപ്പസസ് ഏതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ ദ സ്പീക്കർ ഹ്യൂമറസ്ലി ഡിസ്ക്രൈബ്സ് ഹിസ് സ്കിൻ കളർ യൂസിങ് വിച്ച് ഫ്രേസ്. സോ അതിൽ പെർട്ടിക്കുലർലി ഒരു ഫ്രേസ് ഇങ്ങനെ സ്കിൻ കളറ് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് ഫ്രേസ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ ദ സ്പീക്കർ ഹ്യൂമറസ്ലി ഡിസ്ക്രൈബ്സ് ഹിസ് സ്കിൻ കളർ യൂസിങ് വിച്ച് ഫ്രേസ്.
സോ ഇത്രയും ആണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. ഇത് വർക്കൗട്ട് ചെയ്യുക, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ആൻസേഴ്സിലോട്ട് പോവാം. So first question, according to Foster, tolerance is not a passionate virtue but a ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കോൾഡ് ആൻഡ് ഡൾ വേർച്യൂ എന്നാണ് ആൻസർ വരുന്നത്. അത് തെറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ല, സ്ട്രോങ് വേർച്യൂ ഒക്കെ എഴുതിയിട്ടുള്ളവരുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ അതിൽ കറക്റ്റായിട്ട് ആൻസറിൽ കൊടുത്തിട്ടുള്ളതാണ് ഇസ് നോട്ട് എ പാഷനേറ്റ് വേർച്യൂ ബട്ട് എ കോൾഡ് ആൻഡ് ഡൾ വേർച്യൂ തന്നെയാണെന്നാണ് ഫോസ്റ്റർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയറ്റ് അഷ്യൂസ് ഇസ് ബിലവഡ് ദാറ്റ് ദ സെപ്പറേഷൻ ഇസ് ലൈക്ക്. സോ ഞാൻ വർക്ക് ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ മൂവ്മെൻറ്റ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. സോ ബിലൗഡ് ആ ഒരു ലവേഴ്സിൻ്റെ സെപ്പറേഷൻ ഈ സെലസ്റ്റിയൽ ബോഡീസിൻ്റെ മൂവ്മെൻറ്റ് പോലെ ആയിരിക്കണം, സൈലൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് വരുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ഗാർഡനിയേഴ്സ് എസ്സേ. ഗാർഡനിയറിൻ്റെ ഏത് എസ്സേയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അത് ആദ്യം ആലോചിക്കുക, അപ്പോൾ നമുക്കിതിന് ആൻസർ കിട്ടും. അദ്ദേഹത്തിൻ്റെ ഓൺ ദ റൂൾ ഓഫ് ദ റോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബാലൻസിങ് പേഴ്സണൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ ഓർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ജോൺ ഡൺ കമ്പയർസ് എ ലവേഴ്സ് സോൾ ടു. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ്, എ കോമ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്രിംസ് ലോ ഇൻ ആക്ഷൻ. ഇത് ഗ്രിംസ് ലോ കറക്റ്റായിട്ട് അറിയുന്നവർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി നോക്കുക. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദ ലാറ്റിൻ പാറ്റർ ബിക്കമിങ് ഫാദർ ഇൻ ഇംഗ്ലീഷ്. സോ ആ ഒരു സൗണ്ട്സിൻ്റെ ചേഞ്ചസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. എന്നുള്ള ആ ഒരു വോയിസ്ലെസ് സ്റ്റോപ്സ്, അതായത് വോയിസ്ലെസ് സൗണ്ട് നമ്മൾ വോയിസ്ലെസ് ആയിട്ടുള്ള ഫ്രിക്കേറ്റീവ്സ് ആയി മാറുകയാണ്. എന്നുള്ള സൗണ്ട് ആണ്, അതുപോലെ എന്നുള്ള സൗണ്ട് ആയിട്ട് മാറുകയാണ്. സോ അതാണ് നമ്മൾ ഗ്രിംസ് ലോയിൽ ബേസിക്കായിട്ട് പഠിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ. അപ്പം ഇതിൽ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ബേക്കൺ ഇൻ ഓഫ് സ്റ്റഡീസ് ടു മച്ച് സ്റ്റഡിയിങ് മേക്സ് എ പേഴ്സൺ ലേസി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ലേസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ ദ ലാൻഡ് ലേഡീസ് ക്വസ്റ്റ്യൻ അബൌട്ട് സ്കിൻ കളർ റിവീൽസ് ഹെർ. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ആൻസർ സി, ഓപ്ഷൻ സി, റേസിസം. Next question, on the rule of the road uses the example of a man walking in the middle of the road to illustrate. സോ അതിൽ തുടങ്ങുന്നത് തന്നെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. സോ അത് കാണിക്കുന്നത് എന്താണ്? ദ മിസ്യൂസ് ഓഫ് പേഴ്സണൽ ലിബർട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ബേക്കൺ സ്റ്റഡീസ് സെർവ് 3 മെയിൻ പർപ്പസസ്. ഇത് ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ്, ഡിലൈറ്റ്, ഓർണമെൻറ്റ് ആൻഡ് എബിലിറ്റി. Last question, in telephone conversation the speaker humorously describes the skin color using which phrase? ഈസി ആയിരുന്നു, ഓപ്ഷൻ സി, വെസ്റ്റ് ആഫ്രിക്കൻ സെപ്പിയ. സോ ഇതാണ് 10 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഡെയിലി ഇടാമെന്ന് വിചാരിക്കുന്നു, പറ്റുന്ന പോലെയൊക്കെ ഇടാം. സോ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള MCQs ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഏതാണ് വീക്ക് ഏരിയ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അധികം വർക്ക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.